ഓം അപരം ഭവതോ ജന്മപരം ജന്മവിവസ്വതഃ കഥമേതത് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഗീതാമാധുര്യത്തിന്റെ ഇന്നത്തെ പഠനം അർജുനന്റെ ശബ്ദമാണ്. അർജുന ഉവാച അല്ലേ? അപ്പോ ഇത്രയൊക്കെ ഇങ്ങനെ കേട്ട് വന്നപ്പോ അർജുനൻ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഈ ശ്ലോകം നമ്മൾ ഭംഗിയായിട്ട് ചൊല്ലി പഠിക്കുക. ഇതില് അപരം ഭവതോ ജന്മപരം ജന്മ വിവസ്വത കഥമേതത് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനി. ഇതിന്റെ വാക്യാർത്ഥം പറയാം. അർജുനൻ പറഞ്ഞു, ഭവതഃ ഭവാന്റെ ജന്മ ജന്മം അപരം പിന്നീടുള്ളതാകുന്നു, വിവസ്വത വിവസ്വാന്റെ എന്ന് വെച്ചാൽ സൂര്യ ഭഗവാന്റെ ജന്മ ജന്മം പരം വളരെ മുമ്പ് ആകുന്നു, ത്വം അങ്ങ് ആദൗ ആദിയിൽ പ്രോക്തവാൻ വചിച്ച് ഉപദേശിച്ചു, ഇതി ഏതത് എന്നുള്ളത് കഥം എങ്ങനെ വിജാനീയ ഞാൻ മനസ്സിലാക്കുക. അങ്ങ് പറഞ്ഞ ഈ ഇത്രയും പറഞ്ഞു, ഈ സൂര്യഭഗവാനാണ് ആദ്യം ഉണ്ടായത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ എന്താ പറയാ ആകെ തുകയായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഗീതാമാധുര്യം എന്താണ് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്നുള്ളതിന്റെ ഒരു വിശദാംശം കൂടി ഞാൻ പറയാം. ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. അർജുനൻ പറയുകയാണ്, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? അങ്ങയേക്കാൾ മുമ്പ് സൂര്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിവസ്വാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് അങ്ങ് വിവസ്വാൻ ഉപദേശം കൊടുത്തത്? ഭഗവാന്റെ അംഗീകൃത ഭക്തനാണ് അർജുനൻ. നമുക്കെല്ലാവർക്കും അറിയാം. ഭഗവാൻ മനസ്സിൽ തട്ടി അംഗീകരിച്ച ഭക്തൻ ആരാന്ന് ചോദിച്ചാൽ അർജുനനാണ്. അതുപോലെ നമുക്കൊക്കെ ആവാൻ സാധിക്കും എന്നുള്ളൊരു തത്വമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ഭഗവത് വചനം വിശ്വസിക്കാനാവുന്നില്ല എന്നുള്ളത്. ഭഗവാൻ ഇത് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയല്ല അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക നമ്മളെ പോലെയുള്ള ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടല്ലോ, എന്നെ നിങ്ങളെയൊക്കെ പോലെയുള്ള, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക്, കൃഷ്ണനെ പരംപുരുഷനായ ഭഗവാനായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത അസുരന്മാർക്ക് വേണ്ടിയാണ് ഈ ചോദ്യം എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഇതൊക്കെ നമ്മുടെ നിരീശ്വരവാദികളായിട്ടുള്ള ഇന്നത്തെ അസുരന്മാര് ഇത് പഠിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ് അല്ലെ? ശരിക്കും നമ്മൾ പഠിക്കണം. പണ്ടത്തെ അസുരന്മാര് കംസനും രാവണനും ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ അസുരന്മാര് നിരീശ്വരവാദികൾ, ഇത്തരത്തിലുള്ള മഹത്തായ ഗ്രന്ഥങ്ങളെ അവഹേളിക്കാൻ നടക്കുന്ന നീചന്മാർ. അവര് നാളെ അവർക്കൊരു അപകടം വന്നാൽ അവര് ഭഗവാനെ ഒന്ന് വിളിക്കൂട്ടോ, അത് വേറെ കാര്യം. അവരോടൊക്കെ ചോദിക്കാൻ, നിങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അച്ഛനിലോ? അതും ഉണ്ട്. പിന്നെ വിശ്വാസം, അതാ വിശ്വാസം മാത്രം പോരെന്ന് വെച്ചാൽ അവര് പറയും, അത് ഞാൻ കാണപ്പെടുന്ന വിശ്വാസമാണ്, കാണാത്ത വിശ്വാസം പറ്റൂല എന്ന്. കാണാത്ത വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസം എന്ന് ആ മണ്ടന്മാര് ധരിച്ചു വെച്ചിരിക്കുക. ശരിക്കും ആത്മാർത്ഥമായി ധ്യാനിച്ചാൽ ഏത് ഭഗവാനും നമ്മുടെ മുന്നിൽ വരും എന്നുള്ളത് ആ അസുരന്മാർക്ക് അറിയില്ല. ആർക്ക്? നിരീശ്വരവാദികളായിട്ടുള്ള അസുരന്മാർ. അങ്ങനെ വരുമ്പോ നമ്മൾ ഒരു കാര്യം നമ്മൾ ഇതിൽ ഓർത്തു വെച്ച് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊന്നും ഓർക്കാനാണ്. കൃഷ്ണനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ പോലെ അർജുനൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണവും അസുരന്മാർക്ക് ഈ ഉത്തരം കിട്ടണം എന്നുള്ള ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് 10-ാം അധ്യായത്തിൽ നിന്ന്
നമുക്കിത് വ്യക്തമാകും. നമുക്കറിയാം, പരമദിവ്യോത്തമ പുരുഷൻ, പരമാത്മാവ്, എല്ലാറ്റിന്റെയും ഉറവിടം, അതീന്ദ്രിയതയുടെ പരമകോടി, ഇതെല്ലാം അർജുനന് വ്യക്തമായി അറിയാം, വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം. എന്നാലും അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം അതായിരിക്കാം. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് കൃഷ്ണൻ ഇതിനുള്ള മറുപടി കൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. രസകരമാണ്. ഈ കൃഷ്ണൻ ദേവകി പുത്രനായിട്ട് ഭൂമിയിൽ അവതരിച്ചു എന്നതും നമുക്ക് ശരിയായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ പരമപുരുഷനായ ഭഗവാനായി, സനാതനനായി, ആദി പൂമാനായി തുടരാനാവുമെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം. ഈ പ്രശ്ന നിവർത്തിക്കായിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി കൃഷ്ണനെ കൊണ്ട് തന്നെ പറയിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇതെന്ന് മാത്രമല്ല, സ്മരണാതീത കാലം മുതൽക്കേ സർവസമ്മതനായ സത്യമാണ് കൃഷ്ണന്റെ പരമാധികാരത്വം എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരാൾക്കും പറയാൻ പറ്റും. അതായത് ഈശ്വരീയ സങ്കല്പങ്ങളുടെ പരമാധികാരത്വം എവിടെയെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ തന്നെയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇപ്പോ ഈ എന്താ പറയാ, ശിവനെ ആരാധിക്കുന്ന ആളുകള് അവര് പോലും പൂർണ്ണമായിട്ട് സമ്മതിക്കുന്ന കാര്യമാണ് കൃഷ്ണനാണ് ആദി എന്നുള്ളത്. അതിന്റെ കാര്യം ചില അത്രയും അഭൗമമായി എന്താ പറയാ നടക്കുന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും സമ്മതിക്കും. കാരണം സൃഷ്ടി തന്നെ ഉണ്ടാവുന്നത് നാഭിയിൽ നിന്നാണ്, അതിൽ നിന്നാണ് പരമശിവൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോ സ്മരണാതീത കാലം മുതൽക്ക് സർവസമ്മതനായിട്ടുള്ള സത്യമാണ് കൃഷ്ണൻ. അസുരന്മാർ മാത്രമേ അദ്ദേഹത്തെ നിരാകരിച്ചിട്ടുള്ളൂ. കൃഷ്ണന്റെ പരമാധികാരം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം തന്നെ അത് സ്വയം വെളിവാക്കുന്നുണ്ട്. അർജുനന്റെ ഉദ്ദേശം ഇത് പുറത്തു വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തങ്ങൾക്കും അനുയായികൾക്കും മാത്രം ഗ്രഹിക്കാവുന്ന വിധത്തിൽ കൃഷ്ണനെ വികലമാക്കി കാട്ടാനുള്ള അസുരന്മാരുടെ ശ്രമം ഒരിക്കലും ഫലിക്കരുത് എന്ന അർജുനന്റെ ഒരു ഉദ്ദേശം കൂടി ഈ ചോദ്യത്തിന് മുന്നിലുണ്ട്. സർവലോകർക്കും മംഗളകാരമായിരിക്കും ഭഗവാന്റെ സ്മരണ. ഭഗവാനെ നമ്മുടെ നിലപാടുകളുടെ മാത്രത്തിലൂടെ വീക്ഷിക്കുന്ന അസുരന്മാർക്ക് കൃഷ്ണന്റെ ഈ സ്വഭാവം ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഭക്തന്മാർക്ക് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനെ പറ്റി പറയുമ്പോൾ നമുക്ക് 1000 നാവുകളാണ്. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ആധികാരികത. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കരുതുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അങ്ങനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണുന്ന ആളുകളെ നമുക്ക് ചില ആളുകൾ ആസുരിക ഭാവത്തോടെയാണ് കാണുക, ചില ആളുകൾ ഭക്തിഭാവത്തോടെ കൂടിയിട്ടാണ് കാണുക. അപ്പൊ ഈ 2 തലം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഭക്തന്മാർ കൃഷ്ണനെ കുറിച്ച് അധികം അറിവ് നേടാൻ ഉത്സുകരാകയാൽ അവർ ആധികാരികമായി ചെയ്യുന്ന പ്രസ്താവനകളെ നമുക്ക് ഒരു കാണാനും സാധിക്കും. അപ്പൊ കൃഷ്ണൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് നമ്മൾ നിർബന്ധമായും പഠിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും കൃഷ്ണന്റെ മറുപടി എന്തായിരിക്കും നാളെ എന്നുള്ളത്, അല്ലെ? ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞ് നാളെ ഈ വാക്യം കേൾക്കുമ്പോൾ വളരെ രസകരമാണ്. വേദങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നാളെ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഗീതൈവ പരമോധർമ്മ.